ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തെല്ലാമാണ് എന്നതാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിങ്ങൾ ഉണ്ടാക്കി കരുതി വെക്കേണ്ട ഡോക്യുമെന്റ്സ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ ആവശ്യമുണ്ടാകും. കാരണം CUT PGക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഫോട്ടോവും സിഗ്നേച്ചറും മാത്രമാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും വീണ്ടും ആവശ്യമുണ്ടാവും. ഇനി വേണ്ടി പോകുന്ന സാധനം അതിൽ ഫോട്ടോ, സൈന് ആവശ്യമാണ്. ഇനി വരാൻ വേണ്ടി പോകുന്ന സംഗതി പിന്നെ നിങ്ങളുടെ 10th മാർക്ക് ഷീറ്റ്, 11th മാർക്ക് ഷീറ്റ്, 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും മാർക്ക് ഷീറ്റ്, പിന്നെ നിങ്ങളുടെ ഡിഗ്രീൻ്റെ സ്കോർ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരിക. പിന്നെ വരുന്നത് ആവശ്യമായിട്ട് വരുന്ന സാധനം എന്ന് വെച്ചാൽ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് OBC NCL ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, SC ആണെങ്കിൽ SC ST അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഫിസിക്കലി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഒക്കെ ഉള്ളതാണെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് തഹസിൽദാറാണ് തരേണ്ടത്. ഫോർ സെൻട്രൽ ഗവൺമെൻറ് തഹസിൽദാറാണ് തരേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഇൻകം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും, ഉണ്ടാക്കി വെക്കുക. ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്കോളർഷിപ്പുകളൊക്കെ അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ട് വരുന്ന സാധനമാണ്. ഇതെല്ലാം മാർച്ച് 31 ശേഷമുള്ളതായിരിക്കണം എന്നുള്ളതാണ്. കാറ്റഗറി ഒക്കെ പോലെയുള്ള സാധനം NCL ഒക്കെ ഇൻകമൊക്കെ മാർച്ച് 31 ശേഷമുള്ളത്. 7-8 മാർച്ച് 31 ശേഷമുള്ളതാണ് നല്ലത്. ഇനിയിപ്പോൾ കുറച്ച് പഴയതാണെങ്കിൽ അപ്പോൾ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനിൽ സാധാരണഗതിയിൽ ഉണ്ടാവും എങ്ങനെയാണ് സാധനങ്ങൾ വരുന്നത് എന്നുള്ളത്. പിന്നെ നിങ്ങൾ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. ഓരോരുത്തരും ഇൻഡിവിജ്വൽ അനുസരിച്ച് എനിക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇന്ന ഇതിലുണ്ട്, ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ NCCയിൽ ഇന്ന ഇതായിരുന്നു എന്നൊക്കെ സ്വഭാവത്തിലുള്ള മറ്റ് അതർ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടുള്ള ആവശ്യമായിട്ട് വരുന്ന സാധനം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രേഷനാണ്. അഡ്മിഷന് സമയത്തേ ആവശ്യം ഉണ്ടാവുള്ളൂ. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ആവശ്യമായിട്ട് വരുന്ന സാധനമാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നതാണ്. അത് നേറ്റിവിറ്റിയാണ് ബേസിക്കലി. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി ഇതുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വരുന്ന സാധനമാണ്. അതാണ് നിങ്ങൾ ഏത് കാറ്റഗറിയാണ്. ഇപ്പം ഇതുവരെ നിങ്ങൾ കൊടുത്ത ഇൻഫർമേഷനാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൂഫ് നിങ്ങൾ വെച്ചിട്ടില്ല. OBC NCL ആണ് നിങ്ങൾ പറയുമ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പറച്ചിലിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഡോക്യുമെന്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളാണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കി വെക്കൽ നിർബന്ധമാണ് എന്നതാണ്. ഇനി ലാസ്റ്റ് മിനിറ്റിലേക്കൊന്നും നിൽക്കേണ്ടതില്ല. ഇതെല്ലാം ഓൺലൈൻ ത്രൂ അക്ഷയ വഴി അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ സെന്ററുകൾ വഴിയൊക്കെ ചെയ്യാവുന്ന സാധനങ്ങളാണ്. എല്ലാം പ്രോസസ്സുകളൊക്കെ ചെയ്തു വെക്കുക. ഇനി വരാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ്റെ കാലമാണ്. ആ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ആവശ്യമായിട്ട് വരുന്ന സാധനമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഡോക്യുമെന്റ്സും സംഗതികളൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടിനും പെപ്പ് ലേണിംഗ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.